പ്രമുഖ യൂട്യൂബ് ബ്ലോഗറായ സഞ്ജു ടെക്കി വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയതും തുടർന്നുണ്ടായ വിവാദങ്ങളും നമുക്കറിയാം. ഹൈക്കോടതി ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. വാഹനങ്ങളുടെ രൂപമാറ്റവും അതിലുള്ള നിയമവശങ്ങളും വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ്. സുപ്രീം കോടതി ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളവ വാഹനത്തിന്റെ രൂപമാറ്റത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. കൂളിംഗ് സ്റ്റിക്കറുകൾ, വിൻഡോ കർട്ടനുകൾ, ബുൾബാറുകൾ അല്ലെങ്കിൽ ക്രാഷ് കാർഡുകൾ തുടങ്ങിയവ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിലവിൽ വിലക്കുണ്ട്. ഇത്തരത്തിലുള്ളവ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നവർ നടപടിക്ക് വിധേയരാകേണ്ടതുണ്ട്. വാഹനം വാങ്ങുമ്പോഴുള്ള നിറത്തിന് പകരം മറ്റൊന്ന് നൽകുന്നത് അനുവദനീയമാണ്. എന്നാൽ ഇത്തരത്തിൽ നിറം മാറ്റം വരുത്തുന്ന വാഹനം ഇതിനായി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുകയും നിറം മാറ്റിയ വാഹനം RTO ഓഫീസിൽ ഹാജരാക്കി RCയിൽ ഇത് രേഖപ്പെടുത്തുകയും വേണം. അതേസമയം ബോണറ്റ്, വാഹനത്തിന്റെ റൂഫ് എന്നിവയിൽ വേറെ നിറം നൽകുന്നതിൽ വിലക്കുകളില്ല. അടുത്തിടെ ഏറ്റവും അധികം പ്രചാരണം നടന്നത് അലോയ് വീലുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നത് സംബന്ധിച്ചാണ്. എന്നാൽ ഇത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. അലോയ് വീലുകൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാം. അതേസമയം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വൈഡ് റിമ്മുകൾക്ക് അത്തരത്തിലുള്ള ടയറുകൾ ഉപയോഗിക്കുന്നതിനാണ് വിലക്കുള്ളത്. കമ്പനി നിർദ്ദേശിക്കുന്ന അലോയ് വീലുകൾ നിയമവിധേയമാണ്. വാഹനത്തിനുള്ളിലെ കാഴ്ച മറയ്ക്കുന്ന കൂളിംഗ് ഫിലിമുകൾ, കർട്ടനുകൾ എന്നിവ നിയമവിരുദ്ധമാണ്. ഇതുപയോഗിക്കുന്നത് സുപ്രീം കോടതി തന്നെ വിലക്കിയിട്ടുള്ളതാണ്. അപകടം നടന്നാൽ ഗ്ലാസുകൾ പൊട്ടാതെ അപകട തീവ്രത ഉയരുന്നതാണ് കൂളിംഗ് ഫിലിമുകൾ തടയാനുള്ള പ്രധാന കാരണം. അതേസമയം വാഹന നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്ന ടിൻഡഡ് ഗ്ലാസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. വാഹനത്തിൽ കമ്പനി നൽകുന്ന ഫോഗ് ലാമ്പ്, മറ്റ് ലൈറ്റുകൾ എന്നിവയ്ക്ക് പുറമെ വാഹനം മോടിപ്പിടിക്കുന്നതിനായി അധികം ലൈറ്റുകൾ നൽകുന്നത് നിയമവിരുദ്ധമാണ്. പല വാഹനങ്ങളുടെയും മുകളിലും മറ്റു ഭാഗങ്ങളിലും ലൈറ്റുകൾ നൽകുന്നതും മറ്റ് LED ലൈറ്റുകൾ നൽകുന്നതും നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇത് മറ്റ് വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. വാഹനങ്ങളിലെ സൈലൻസർ മാറ്റി കൂടുതൽ ശബ്ദമുള്ളവ നൽകുന്നത് ഇപ്പോൾ കൂടി വരികയാണ്. പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളിലാണ് ഈ പ്രവണത കാണുന്നത്. എന്നാൽ ഇത് വാഹനത്തിന്റെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നതാണ്. ഇതിൽ രൂപമാറ്റം വരുത്താൻ പാടില്ല. അതേസമയം നിശ്ചിത ഡെസിബൽ ശബ്ദത്തിൽ താഴെയുള്ള ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡുകൾ പാലിച്ചുള്ളവയും ഉപയോഗിക്കാൻ കഴിയും. വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും നൽകുന്ന ക്രാഷ് കാർഡുകൾ വാഹന സുരക്ഷയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ക്രാഷ് കാർഡുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ എയർ ബാഗ് പ്രവർത്തിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ ഇത്തരം പാർട്സുകൾ നിരത്തുകളിലെ കാൽനട യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നവയാണ്. ഒരു വാഹനത്തിന്റെ ഐഡന്റിറ്റിയാണ് അതിലെ നമ്പർ പ്ലേറ്റ്. ഇതിൽ അലങ്കാരപ്പണികൾ വരുത്തുന്നതും മറ്റും നിയമലംഘനമാണ്. വാഹനത്തിലെ നമ്പർ പ്ലേറ്റുകൾക്ക് കൃത്യമായ അളവുകളും മറ്റും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 2019 മുതൽ പുതുതായി ഇറങ്ങുന്ന വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതാകട്ടെ ഡീലർമാരാണ് വാഹനത്തിൽ ഘടിപ്പിക്കേണ്ടതും.